2024 ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കാൻ റഷ്യ തയ്യാറെടുക്കുന്നതിന് മുന്നോടിയായാണ് ചിത്രപ്രദർശനം. ഇന്ത്യയെയും റഷ്യയെയും എണ്ണ ചിത്രത്തിലൂടെ ഒരുമിപ്പിക്കുകയാണ് ചിത്രകാരൻ കലേഷ് കല. സർ റിയലിസ്റ്റിക് പെയിൻറ്റിങ്സുകളാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. ഈ ബ്രിക്സ് കൺട്രീസിൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ ആധാരമാക്കി ചെയ്യണം എന്നുള്ളൊരു ആശയം എനിക്ക് കിട്ടിയിട്ട് ഏതാണ്ട് 1.5 മാസത്തോളമേ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ ചെയ്തെടുത്ത വർക്കുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. റഷ്യൻ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു സമ്മേളനം ആയിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കളർ സ്കീമുകളൊക്കെ സാധാരണ കാണുന്നതിനേക്കാളും ഒരു വ്യത്യസ്തമായിട്ട് തന്നെ. തിങ്കളാഴ്ച തുടങ്ങിയ പ്രദർശനം നയതന്ത്ര വിദഗ്ധൻ ടി.പി. ശ്രീനിവാസനും ചിത്രകാരൻ വി.ഡി. ദത്തനും ഉദ്ഘാടനം ചെയ്തു. വ്യാഴാഴ്ച വരെയാണ് പ്രദർശനം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുലുണ്ട്. ഗോകുലാണ് റിപ്പോർട്ട് ചെയ്തത്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ത്യയുടെയും റഷ്യയുടെയും ഒക്കെ ഒരു സംസ്കാരങ്ങളുടെ സമന്വയമാണ് ആ ചിത്ര പ്രദർശനത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ചിത്രരീതി അതേപോലെ തന്നെ അവിടുത്തെ ചിത്രരീതി അത് രണ്ടും അവലംബിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രയത്നത്തെക്കുറിച്ച് കലേഷ് പറയുന്നത്? അതായത് കലേഷ് കല പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1 മാസത്തെ പ്രയത്നം മാത്രമാണ് ഉള്ളതെന്നാണ്. ഒറ്റ മാസത്തിനകത്താണ് ഇത്രത്തോളം ചിത്രങ്ങൾ വരച്ചെടുത്തത്. ആകെ 1 ദിവസം 2 ദിവസം എടുത്തിട്ടാണ് പല ചിത്രങ്ങളും സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ കലേഷ് തന്നെ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഈ ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായിട്ട് റഷ്യ ഹൗസ് തിരുവനന്തപുരത്ത് നിന്ന് ആവശ്യപ്പെട്ടതാണ് ഈ ചിത്രങ്ങൾ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒരു ഇന്ത്യൻ ഭാരതീയ ദർശനങ്ങളുടെയും ഒപ്പം തന്നെ ഈ പറയുന്ന റഷ്യൻ കൾച്ചറും സമന്വയിപ്പിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. കാരണം ഇന്ത്യ റഷ്യ ഭായ് ഭായ് എന്നുള്ള ആ ഒരു പോളിസിയുടെ പുറത്ത് ഉണ്ടായ ഒരു പെയിൻറ്റിങ് എക്സിബിഷനാണ്. അപ്പോൾ അതിനെ അത്രത്തോളം തന്നെ 2 കൾച്ചറുമായിട്ട് 2 സംസ്കാരവുമായിട്ട് ഒത്തിണക്കിക്കൊണ്ട് കൊണ്ടുപോകാനായിട്ടാണ് കലേഷ് ഈ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. കലേഷ് ഇതിനു മുൻപും ഇത്തരം ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. സാപ്പിയൻസിൻ്റെ 2ാം എഡിഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഈ തിരുവനന്തപുരത്ത് ഈ 22-ാം തീയതി മുതൽ 25 വരെ ഈ ചിത്ര പ്രദർശനങ്ങൾ അരങ്ങേറുന്നത്. ഒപ്പം തന്നെ ആർട്ടീരിയ എന്ന് പറയുന്ന അവരുടെ തന്നെ ചിത്ര പ്രദർശനങ്ങളും ഒരുങ്ങുന്നുണ്ട്. ഇതൊരു ഇന്ത്യൻ സമന്വയമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഥകളി എന്നുള്ള ചിത്രത്തോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും ഒരു റഷ്യൻ കലയെ കൂടെ കൂട്ടി വെച്ചുകൊണ്ട് ഒരു ചിത്രമാക്കി എടുത്താൽ എങ്ങനെ ഇരിക്കും, അതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. മറ്റു പലതരത്തിൽ റഷ്യൻ മിനാരങ്ങളൊക്കെ തന്നെ വരുന്നതിനോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളും കൂടെ ചേർത്ത് വെച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ പള്ളികൾ ചേർത്ത് വെച്ച് അതിനെ എങ്ങനെ സമന്വയിപ്പിച്ചെടുക്കാം എന്നുള്ള തരത്തിലാണ്. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെയിൻറ്റിങ്ങുകളുടെ ഒക്കെ തന്നെ നിറങ്ങളാണ്. മറ്റെങ്ങും കാണാൻ പറ്റാത്ത തരത്തിലുള്ള കോമ്പിനേഷൻസ് ആണ് അവിടെ, അല്ലെങ്കിൽ ആ ഒരു നിറക്കൂട്ടുകളാണ് കലേഷ് കല ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ വ്യത്യസ്തമാണ്. എന്തായാലും എല്ലാവരും കാണണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.